ഭൂമിയുടെ ആയുസ്സിനെക്കുറിച്ചും മനുഷ്യരാശിയുടെ നിലനിൽപ്പിനെക്കുറിച്ചും നൂറ്റാണ്ടുകളായി പ്രവചനങ്ങൾ നടക്കുന്നുണ്ട്. ചിലർ അതിനെ മതപരമായ കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണുന്നു. മറ്റു ചിലർ ശാസ്ത്രീയമായ ഡേറ്റകളെ അടിസ്ഥാനമാക്കി വിശകലനം ചെയ്യുന്നു. ഇതിലേറ്റവും വിചിത്രവും എന്നാൽ ഗണിതശാസ്ത്രപരമായി ശ്രദ്ധിക്കപ്പെട്ടതുമായ ഒന്നാണ് ഹെയ്ൻസ് വോൺ ഫോസ്റ്റർ എന്ന ശാസ്ത്രജ്ഞൻ്റെ പ്രവചനം. 1960 സയൻസ് മാസികയിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിലൂടെയാണ് അദ്ദേഹം ലോകത്തെ ഞെട്ടിച്ച ആ തീയതി പ്രവചിച്ചത്. 2026 നവംബർ 13. ഈ തീയതിയിൽ മനുഷ്യ ജനസംഖ്യ അനന്തതയിലേക്ക് കുതിക്കുമെന്നും അത് ലോകത്തിൻ്റെ നാശത്തിന് കാരണമാകുമെന്നും അദ്ദേഹം വാദിച്ചു. കേവലം ഒരു ജ്യോതിഷ പ്രവചനം എന്നതിലുപരി കൃത്യമായ ഗണിത സമവാക്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ നിഗമനം. വരാനിരിക്കുന്ന ആ തീയതി വെറുമൊരു ദിവസമല്ല, മറിച്ച് മനുഷ്യരാശി ഇന്ന് നേരിടുന്ന അമിത ജനസംഖ്യ, വിഭവ ചൂഷണം, പരിസ്ഥിതി നാശം എന്നിവയെക്കുറിച്ചുള്ള ഗൗരവമായ ഓർമ്മപ്പെടുത്തലാണ്. ഹെയ്ൻസ് വോൺ ഫോസ്റ്റർ ഒരു സാധാരണ ശാസ്ത്രജ്ഞനായിരുന്നില്ല. സൈബർനെറ്റിക്സ് എന്ന ശാസ്ത്രശാഖയുടെ വക്താവായിരുന്നു അദ്ദേഹം. വ്യവസ്ഥിതിയുടെ പ്രവർത്തനങ്ങളെയും അവയിലെ മാറ്റങ്ങളെയും നിരീക്ഷിക്കുന്നതിൽ വിദഗ്ധനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പ്രവചന പ്രകാരം മനുഷ്യ ജനസംഖ്യ വികസിക്കുന്നത് ഒരു നേർരേഖയിലല്ല, മറിച്ച് ക്രമാതീതമായ വേഗതയിലാണ്. കഴിഞ്ഞ 2000 വർഷത്തെ ജനസംഖ്യാ വളർച്ചയുടെ തോത് പരിശോധിച്ചാൽ അത് കേവലം ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഭൂമിക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറത്തേക്ക് വളരുമെന്ന് അദ്ദേഹം കണ്ടെത്തി. ഈ വളർച്ചയെ ഒരു സൂപ്പർ എക്സ്പോണൻഷ്യൽ കർവായി അദ്ദേഹം വിശേഷിപ്പിച്ചു. അതായത് ജനസംഖ്യ കൂടുന്തോറും വളർച്ചാ നിരക്കും കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഇതൊടുവിൽ ഒരു വിസ്ഫോടനത്തിലേക്ക് നയിക്കുമെന്നും 2026 നവംബറിൽ അതതിൻ്റെ പരമാവധിയിൽ എത്തുമെന്നുമാണ് അദ്ദേഹം ഗണിതശാസ്ത്രപരമായി തെളിയിക്കാൻ ശ്രമിച്ചത്. ഈ പ്രവചനത്തിന് പിന്നിലെ ഏറ്റവും വലിയ ആശങ്ക അമിത ജനസംഖ്യയും പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള അസമത്വമാണ്. ഭൂമിക്ക് നൽകാൻ കഴിയുന്ന വിഭവങ്ങൾക്ക് ഒരു പരിധിയുണ്ട്, എന്നാൽ മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കും എണ്ണത്തിനും അതിരുകളില്ല. വോൺ ഫോസ്റ്ററുടെ അഭിപ്രായത്തിൽ മനുഷ്യരാശിയുടെ നാശത്തിൻ്റെ ആത്യന്തിക കാരണം ഈ അമിത ജനസംഖ്യ തന്നെയായിരിക്കും. ജനങ്ങൾ തിങ്ങി നിറഞ്ഞു കഴിയുമ്പോൾ പട്ടിണി, പകർച്ചവ്യാധികൾ, ശുദ്ധജലക്ഷാമം എന്നിവ രൂക്ഷമാകും. ഇതിനെ അതിജീവിക്കാൻ മനുഷ്യൻ നടത്തുന്ന ശ്രമങ്ങൾ പ്രകൃതിയുടെ ബാലൻസ് പൂർണ്ണമായും തകർക്കും. ഒരു ഘട്ടത്തിൽ ഭൂമിക്ക് മനുഷ്യനെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും വ്യവസ്ഥിതി തകരുകയും ചെയ്യും. ഇതൊരു തരം ടൈം ബോംബ് പോലെയാണെന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയത്. ജനസംഖ്യാ വിസ്ഫോടനം നേരിട്ടുള്ള നാശത്തിന് കാരണമായില്ലെങ്കിൽ പോലും അത് മറ്റ് വിനാശകരമായ രൂപത്തിലൂടെ മനുഷ്യവംശത്തെ ഇല്ലാതാക്കാൻ പ്രേരിപ്പിക്കുമെന്ന് ഫോസ്റ്റർ കരുതിയിരുന്നു. വിഭവങ്ങൾക്കായി രാജ്യങ്ങൾ തമ്മിൽ നടത്തുന്ന മത്സരങ്ങൾ ഒരു ആണവ യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം. ഭൂമിയിലെ അവസാന തുള്ളി വെള്ളത്തിനോ അല്ലെങ്കിൽ ഒരു തുണ്ട് കൃഷിഭൂമിക്കോ വേണ്ടി ആധുനിക ആയുധങ്ങൾ ഉപയോഗിച്ച് മനുഷ്യൻ പരസ്പരം പോരാടുമ്പോൾ അത് വംശനാശത്തിന് വഴിവെക്കും. അതായത് അമിത ജനസംഖ്യ നേരിട്ടല്ലെങ്കിലും മനുഷ്യനെ സ്വയം നശിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പ്രേരക ശക്തിയായി മാറുന്നു. സാങ്കേതികവിദ്യ എത്ര വളർന്നാലും അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാത്ത സാഹചര്യം വന്നാൽ ആധുനിക നാഗരികത തകരുമെന്ന് ഒരു ചരിത്രപരമായ വസ്തുത കൂടിയാണ്. ഈ ദുരന്തം തടയാൻ വോൺ ഫോസ്റ്റർ നിർദ്ദേശിച്ച പരിഹാരങ്ങൾ അക്കാലത്ത് വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ചിരുന്നു. ജനസംഖ്യാ വളർച്ച കർശനമായി നിയന്ത്രിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന നിലപാട്. ഇതിനായി സർക്കാരുകൾ കടുത്ത നയങ്ങൾ സ്വീകരിക്കണമെന്ന് അദ്ദേഹം വാദിച്ചു. ഉദാഹരണത്തിന് കൂടുതൽ കുട്ടികളുള്ള കുടുംബങ്ങൾക്ക് മേൽ കനത്ത നികുതി ചുമത്തുക. ഇത് ജനങ്ങളെ ചെറിയ കുടുംബങ്ങൾ എന്ന ആശയത്തിലേക്ക് നയിക്കും. വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമായി ഇത് വ്യാഖ്യാനിക്കപ്പെട്ടെങ്കിലും വരാനിരിക്കുന്ന വലിയ വിപത്ത് ഒഴിവാക്കാൻ ഇത്തരം കൈപ്പേറിയ ഗുളികകൾ കഴിക്കേണ്ടി വരുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. ഇന്നത്തെ കാലത്ത് പല രാജ്യങ്ങളും ജനസംഖ്യാ നിയന്ത്രണത്തിനായി ബോധവൽക്കരണം നടത്തുമ്പോൾ പതിറ്റാണ്ടുകൾക്ക് മുൻപേ ശിക്ഷാ നടപടികളിലൂടെ ഇത് നടപ്പിലാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞത് പ്രവചനത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. രസകരമായ മറ്റൊരു കാര്യം 2026 നവംബർ 13 എന്ന തീയതിയെ ചുറ്റിപ്പറ്റിയുള്ളതാണ്. കലണ്ടർ പരിശോധിച്ചാൽ ആ ദിവസം വെള്ളിയാഴ്ചയാണെന്ന് കാണാം. പാശ്ചാത്യ സംസ്കാരത്തിൽ ഫ്രൈഡേ ദ 13th എന്നത് അശുഭകരമായ ഒന്നായാണ് കരുതപ്പെടുന്നത്. ഇതൊരു യാദൃശ്ചികതയാണോ അതോ വോൺ ഫോസ്റ്റർ മനഃപൂർവ്വം തിരഞ്ഞെടുത്തതാണോ എന്നത് ഇന്നും നിഗൂഢമാണ്. എങ്കിലും ശാസ്ത്രീയമായ ഒരു പ്രവചനത്തിന് ഇത്തരമൊരു തീയതി ലഭിച്ചത് അതിൻ്റെ ഭീകരത വർദ്ധിപ്പിക്കാൻ കാരണമായി. പ്രവചിക്കപ്പെട്ട ആ തീയതിയിലേക്ക് ഇനി അധികം ദൂരമില്ല എന്നത് നമ്മെ ചിന്തിപ്പിക്കേണ്ടതാണ്. വോൺ ഫോസ്റ്റർ പറഞ്ഞതുപോലെ ലോകം ആ ദിവസം അവസാനിക്കുമോ അതോ അത് മനുഷ്യൻ്റെ അതിജീവനത്തിൻ്റെ പുതിയൊരു പാഠമാകുമോ എന്നത് വരും വർഷങ്ങൾ തെളിയിക്കും. തീർച്ചയായും വോൺ ഫോസ്റ്ററുടെ പ്രവചനത്തിനെതിരെ നിരവധി വിമർശനങ്ങളും ഉയർന്നിട്ടുണ്ട്. സാങ്കേതിക വിദ്യയുടെ വളർച്ച അദ്ദേഹം കണക്കിലെടുത്തില്ല എന്നതാണ് പ്രധാന വാദം. ഹരിത വിപ്ലവം പോലെയുള്ള മാറ്റങ്ങൾ കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിച്ചതും വൈദ്യശാസ്ത്ര രംഗത്തെ പുരോഗതിയും ജനസംഖ്യയെ ഉൾക്കൊള്ളാൻ ഭൂമിയെ പ്രാപ്തമാക്കി. കൂടാതെ പല വികസിത രാജ്യങ്ങളിലും ഇപ്പോൾ ജനസംഖ്യ കുറഞ്ഞു വരുന്ന പ്രതിഭാസമാണ് കാണുന്നത്. ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ എന്ന് വിളിക്കപ്പെടുന്ന ഈ പ്രക്രിയ അനുസരിച്ച് വിദ്യാഭ്യാസം വർദ്ധിക്കുമ്പോൾ ജനസംഖ്യാ വളർച്ചാ നിരക്ക് താനെ കുറയുന്നു.
അതിനാൽ 2026 ഒരു വിസ്ഫോടനം ഉണ്ടാകില്ലെന്ന് പല ആധുനിക ശാസ്ത്രജ്ഞരും കരുതുന്നു. എന്നിരുന്നാലും വോൺ ഫോസ്റ്റർ ഉയർത്തിയ വിഭവ പരിമിതി എന്ന ആ ചോദ്യം ഇന്നും പ്രസക്തമായി തുടരുന്നുണ്ട്. ഭൂമിയിലെ വിഭവങ്ങളുടെ വിനിയോഗം, കാലാവസ്ഥാ വ്യതിയാനം, പരിസ്ഥിതി നശീകരണം എന്നിവ വോൺ ഫോസ്റ്ററുടെ മുന്നറിയിപ്പിന് പുതിയ മാനങ്ങൾ നൽകുന്നു. ജനസംഖ്യ എത്രയായാലും അവരെ നിലനിർത്താൻ ആവശ്യമായ ശുദ്ധവായുവും ജലവും ഭക്ഷണവും നൽകാൻ പ്രകൃതിക്ക് ഇനിയും എത്രകാലം സാധിക്കും? ഓരോ വർഷവും നമ്മൾ ഭൂമിയുടെ വാർഷിക വിഭവശേഷി നിശ്ചിത സമയത്തിന് മുൻപേ ഉപയോഗിച്ച് തീർക്കുന്നുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് നമ്മൾ വരും തലമുറയുടെ വിഭവങ്ങൾ കടമെടുത്താണ് ജീവിക്കുന്നത് എന്നാണ്. വോൺ ഫോസ്റ്ററുടെ പ്രവചനം അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചില്ലെങ്കിൽ പോലും സുസ്ഥിരമായ ഒരു ജീവിത ശൈലി സ്വീകരിച്ചില്ലെങ്കിൽ മനുഷ്യരാശിയുടെ ഭാവി അപകടത്തിലാണെന്ന സത്യം അത് വിളിച്ചു പറയുന്നുണ്ട്. ഈ പ്രവചനം നമ്മെ പഠിപ്പിക്കുന്നത് കൃത്യമായ ആസൂത്രണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ്. വിഭവങ്ങളുടെ തുല്യമായ വിതരണവും പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനവും മാത്രമാണ് മനുഷ്യരാശിക്ക് മുന്നിലുള്ള പോംവഴി. ഓരോ വ്യക്തിയും തൻ്റെ കാർബൺ ഫുട് പ്രിൻ്റ് കുറയ്ക്കാനും പരിസ്ഥിതി സൗഹൃദമായ രീതികൾ സ്വീകരിക്കാനും തയ്യാറാകണം. ജനസംഖ്യാ നിയന്ത്രണം എന്നത് നിയമങ്ങൾ കൊണ്ട് മാത്രം നടപ്പിലാക്കേണ്ട ഒന്നല്ല, മറിച്ച് ഓരോ മനുഷ്യൻ്റെയും ബോധപൂർവമായ തീരുമാനമായി മാറണം. വിദ്യാഭ്യാസം, പ്രത്യേകിച്ച് സ്ത്രീ വിദ്യാഭ്യാസം, ജനസംഖ്യാ നിയന്ത്രണത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. നവംബർ 13, 2026 അടുക്കുമ്പോൾ ലോകം ഒരുപക്ഷെ സാധാരണ പോലെ തുടർന്നേക്കാം. എന്നാൽ ആ തീയതി ഒരു ഓർമ്മപ്പെടുത്തലായി നമ്മുടെ മുമ്പിലുണ്ട്. പ്രകൃതിക്ക് നൽകാൻ കഴിയുന്നതിലും അധികം നാം അവളിൽ നിന്ന് പിടിച്ചു വാങ്ങിയാൽ അതിൻ്റെ തിരിച്ചടി ഭീകരമായിരിക്കും. വോൺ ഫോസ്റ്ററുടെ പ്രവചനം ഒരു ശാപവാക്കല്ല, മറിച്ച് തിരുത്താനുള്ള ഒരു അവസരമാണ്. ഭൂമി എന്ന ഗ്രഹത്തിൻ്റെ പരിമിതികൾ മനസ്സിലാക്കി ഇനിയുള്ള കാലം കൂടുതൽ ഉത്തരവാദിത്വത്തോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. നാളെയുടെ ലോകം നമ്മുടെ ഇന്നത്തെ പ്രവൃത്തികളെ ആശ്രയിച്ചിരിക്കുന്നു. വിനാശകരമായ ഒരു അന്ത്യത്തിലേക്കാണോ അതോ സുസ്ഥിരമായ ഒരു ഭാവിയിലേക്കാണോ നമ്മൾ നടക്കുന്നത് എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഈ ചർച്ചകൾ വെറും തർക്കങ്ങളായി അവശേഷിപ്പിക്കാതെ ഭൂമിയെ സംരക്ഷിക്കാനുള്ള കർമ്മ പദ്ധതികളായി മാറട്ടെ.